ന്യൂ ജനറേഷൻ കുട്ടികളെ, നിങ്ങൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യണം. അതായത് മിശ്ര വിവാഹം നടത്തണം. ജാതിയോ മതമോ നോക്കാതെ നിങ്ങൾ മിശ്ര വിവാഹം, ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യണം. പ്രേമിച്ച് നിങ്ങൾ കല്യാണം കഴിക്കണം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പകുതിയോളം കല്യാണങ്ങളും ഇൻ്റർ കാസ്റ്റ് മാരേജുകളാണ്, മിശ്ര വിവാഹങ്ങളാണ്. അപ്പോൾ ഈ ജാതിയും മതവും ഇല്ലാതാക്കാൻ മറ്റൊരു മാർഗവുമില്ല. നിങ്ങൾ മിശ്ര വിവാഹം ചെയ്യണം. ജാതിയും മതവും നോക്കാതെ നിങ്ങൾ പ്രേമിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ട് നിങ്ങൾ കല്യാണം കഴിക്കണം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വർഗീയ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന നാടാണ് ഇന്ത്യ. വർഗീയത പറഞ്ഞാണ് ഇവർ വോട്ട് പിടിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയോ? അവർക്ക് മറ്റൊരു കാരണവും പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് വർഗീയത പറയുന്നത്. വർഗീയ കാർഡിറക്കി അവർ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനെ തകർക്കാൻ, ഈ വർഗീയ രാഷ്ട്രീയത്തിനെ തകർക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ്. നിങ്ങൾ മിശ്ര വിവാഹം നടത്തുക, ഇൻ്റർ കാസ്റ്റ് മാരേജ് നടത്തുക. അപ്പോൾ സ്വാഭാവികമായും ജാതിയും മതവും ഇല്ലാതാവും. മതേതരത്വം പുലരാൻ നിങ്ങൾ മിശ്ര വിവാഹം നടത്തുക. നോക്കൂ, നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും മറ്റും പർവ്വതങ്ങളും കൊടുമുടികളും നിങ്ങളുടെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഈ വർഗീയ രാഷ്ട്രീയത്തിന് എതിരായാൽ, അതായത് നിങ്ങൾ മുഖം തിരിച്ചാൽ, നിങ്ങൾ തിരിഞ്ഞു നിന്നാൽ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന മതേതരത്വത്തിൻ്റെ ഒരു സ്വർഗീയ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് വർഗീയതയുടെ പർവ്വതങ്ങളും കൊടിമുടികളുമാണ്. നിങ്ങൾ തിരിഞ്ഞു നിന്നാൽ അത് നിങ്ങളുടെ പുറകിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പർവ്വതങ്ങളുടെയും കൊടുമുടികളുടെയും മുന്നിൽ തടസ്സം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ പിന്തിരിഞ്ഞു നിന്നാൽ ഈ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പർവ്വതങ്ങളും കൊടുമുടികളും നിങ്ങളുടെ പുറകിലാവും. ഓക്കെ, അപ്പോൾ ഈ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആൾക്കാർ, വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആ രാഷ്ട്രീയക്കാരെ നിങ്ങൾ പുറകിലാക്കണം. അങ്ങനെ പുറകിലാക്കിയാൽ നമുക്ക് മതേതരത്വത്തിൻ്റെ ഒരു സ്വർഗീയ രാജ്യം നമുക്ക് സ്വന്തമാകും. ഓക്കെ, എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റൊരു ജാതിയിൽ നിന്നും മതത്തിൽ നിന്നുമാണ്. ഓക്കെ, എനിക്ക് ഈ മിശ്രവിവാഹം കഴിക്കാൻ പറ്റാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പല പെൺകുട്ടികളോടും പ്രപ്പോസൽ നടത്തി. പക്ഷേ ഒരെണ്ണവും എൻ്റെ പ്രപ്പോസൽ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എനിക്ക് മിശ്രവിവാഹം കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്കാവും. നിങ്ങൾക്ക് എന്നെപ്പോലെയല്ല, നിങ്ങൾക്ക് പ്രേമിക്കാനറിയാം, ലൈനടിക്കാനറിയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു മിശ്രവിവാഹം നടത്താൻ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, ദയവായി എൻ്റെ ചാനൽ അജ്ഞാതൻ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇപ്പോൾ ചെറുപ്പമാണ്, 20ഉം 25ഉം വയസ്സുള്ള ചോരത്തിളപ്പുള്ള പ്രായമാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് വലിയൊരു ജീവിതം മുമ്പിലുണ്ട്. അത് വർഗീയരഹിതമായ, മതരഹിതമായ, ജാതിരഹിതമായ ഒരു സ്വർഗരാജ്യം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ടാറ്റയും ബിർളയും പോലെ കോടീശ്വരന്മാരാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അജ്ഞാതൻ്റെ പിറകിൽ നിരവധി ആൾക്കാരുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് വരും. ഈ ചാനലിൽ തമാശകളും ആക്ഷേപഹാസ്യവും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ തമാശ കലർത്തിയും ഉള്ള വീഡിയോകളാണ് വരാൻ പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ കോടീശ്വരന്മാരാവാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകളില്ലാതെ പർവ്വതങ്ങളെയും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പർവ്വതങ്ങളെയും കൊടുമുടികളെയും നിങ്ങൾക്ക് പിറകിലാക്കാം. നിങ്ങൾ തിരിഞ്ഞു നടക്കൂ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പർവ്വതങ്ങളും കൊടുമുടികളും ഉണ്ട്. നിങ്ങൾ തിരിഞ്ഞു നിന്നാൽ ഇതെല്ലാം തന്നെ പുറകിലാകും. അങ്ങനെ വർഗീയ രാഷ്ട്രത്തിനെ പുറകിലാക്കി മതേതരത്വത്തിൻ്റെ ഒരു സ്വർഗീയ രാജ്യം സൃഷ്ടിച്ച് നിങ്ങൾക്ക് കോടീശ്വരന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി എല്ലാ സർവസമ്പത്തും സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. മറ്റൊരു വീഡിയോയുമായി വരും. അജ്ഞാതൻ്റെ പിറകിൽ ഒന്നല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. താമസിയാതെ ഇപ്പം തുടക്കമാണ്. ദയവായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ വളർത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണിത്. നമുക്ക് ഒരുമിച്ച് ഒരു മതേതര രാജ്യം, കോടീശ്വരന്മാരുടെ ഒരു രാജ്യം, ഒരു സമ്പന്ന രാജ്യമാക്കാൻ, ഇന്ത്യയെ ഒരു സമ്പന്ന രാജ്യമാക്കാൻ നമുക്ക് ഒത്തൊരുമിക്കാം. തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.